എന്നെ ആരും വിളിച്ചില്ലടോ, അത്രേ ഉള്ളൂ. ഒന്നുമില്ല. ഈ ചോദ്യം നിങ്ങൾ ആർട്ടിസ്റ്റിനോട് ചോദിക്കുന്നത് മഹാമണ്ടത്തരാണ്. നിങ്ങൾ ചോദിക്കേണ്ടത് അത് മണ്ടത്തരായിരിക്കും. എന്തായിരുന്നു? പിന്നെ ഞാൻ വിവാഹം കഴിച്ചു, പിന്നെ ഒരു ഡിവോഴ്സ് നടന്നു, പിന്നെ ഒരു ഡിപ്രഷൻ നടന്നു, പിന്നെ അതിൽ നിന്ന് റിക്കവർ ചെയ്തു, പിന്നെ ഈ പടം ചെയ്തു. അപ്പം ഒരു 10 വർഷം എടുക്കൂലോ. I hope that's clear. അത് നിങ്ങൾ ഇവരോട് ആക്ച്വലി എനിക്ക് ഉണ്ടാവോ? It's a story, like you know, the entire set, the whole um, story was the reason why I joined. പിന്നെ ഞാൻ ഇതിലൊരു ചെറിയ ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. പക്ഷെ ഞാൻ അഖിലിനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്തപ്പോൾ തന്നെ അഖിൽ പറഞ്ഞു, ഞാൻ ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നില്ല, ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ച് ഏൽപ്പിക്കുകയാണ്. And he gives that respect to each and every artist who's joined. അതുപോലെ തന്നെ ഞാൻ പ്രോജക്റ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ യുനോ ദേവികയായിട്ട് വാട്ട് എവർ മൈ അറ്റംപ്റ്റ്സ് വർ, they were all very supportive. പിന്നെ ഈ പടത്തിന് വേറൊരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ഡബ് ചെയ്ത പടമാണ്. ഇത്രയും വർഷമായെങ്കിലും എൻ്റെ വോയിസ് ഒരിക്കലും യൂസ് ചെയ്തിട്ടില്ല എൻ്റെ ഒരു ക്യാരക്ടറിന് വേണ്ടി. അപ്പം ആദ്യമായിട്ട് ദേവികയ്ക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ വോയിസ് യൂസ് ചെയ്തത്. അതും അഗൈൻ ഈ 2 ഡയറക്ടേഴ്സ് പറഞ്ഞിട്ടാണ്. സോ ഇറ്റ് വാസ് മോർ ലൈക്ക് യു നോ യു കെൻ ഡു ഇറ്റ്, ലെറ്റ്സ് ഡു ഇറ്റ്. സോ ഇറ്റ് വാസ് മോർ വെരി ഫ്രണ്ട്ലി കൊളാബറേഷൻ. അപ്പം ഐ ലൈക്ക് ദി എനർജി. എല്ലാവരും നമുക്ക് ചോദ്യം ചോദിക്കാം. ഞാൻ ഇപ്പം 10 വർഷം മുമ്പ് എന്താ സീൻ എന്ന് ചോദിക്കുമ്പം ഇല്ല വിളിക്കാമെന്ന് പറയുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്നോട് ചേച്ചി നമുക്ക് അപ്പൊ ആ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. സോ ഐ കെൻ ആസ്ക് them because they're almost my age, how can we change the scene, what can we do? So there is that kind of stop it friendship that we have in the team. So എനിക്ക് എല്ലാ രീതിയിലും ഇത് ഒരു വിൻ വിൻ ആയിരുന്നു.